ഹേ ഓൾ വെൽക്കം ബാക്ക്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡെസ്ക് മേക്ക് ഓവർ ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ്സൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്യാന്ന്. മേക്ക് ഓവറിന് മുമ്പുള്ള എൻ്റെ ഡെസ്കിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത് വേറെ ഒന്നുമല്ല കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. മുമ്പൊരു വാൾപേപ്പർ ഒട്ടിച്ച് വലിച്ച് പറിച്ചതിൻ്റെ എഫക്റ്റ് ആണ് കാണുന്നത്. എന്തായാലും പിന്നെ നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു ടേബിൾ ഷീറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്ലാന്റ് ആ കോർണറിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഹോള് ചെയ്യുന്ന ആ ഒരു ദിവസം ചെയ്തതാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ഐറ്റംസും ടേബിളിൽ തന്നെ കൊടുന്ന് വെച്ചു. അതിനുശേഷം ഞാൻ എല്ലാതും എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെയാണ് ടേബിൾ ഇരിക്കുന്നത്. ഇനി നമ്മൾ പ്ലാന്റും കൂടി അങ്ങോട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ മുമ്പൊരു ഡെസ്ക് മേക്ക് ഓവർ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വാൾപേപ്പർ ഒട്ടിച്ചതിൻ്റെ അതിൽ ബാക്കി എനിക്ക് നല്ലതായി തോന്നിയിട്ടുണ്ടായിരുന്ന കുറച്ച് കിട്ടും. ഇത് തന്നെ ഒരുമാതിരി ഉണ്ട്, എന്നാലും ഉള്ളതിൽ വെച്ച് നല്ല കുറച്ച് പോസ്റ്റേഴ്സ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോസ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഒരു വാളിലാണ് പോസ്റ്റേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് നോക്കാം കേട്ടോ എവിടെയൊക്കെ വേണം എന്നുള്ളത്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല പോസ്റ്റേഴ്സ് എങ്ങനെ വേണം, അങ്ങനെ പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കാൻ പോകുന്നത് ഈ ഒരു ടിഷ്യൂ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഗൈസ് നമ്മളൊരു ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാ പോസ്റ്റേഴ്സും ഇതുപോലെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു പെൻ ഹോൾഡറാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ വെച്ചിട്ടാണ്. ഇത് ഉണ്ടാക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തു. പിന്നെ ഈ ഒരു സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അതിൽ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ഞാനിങ്ങനെ തപ്പി അവസാനം ഒരെണ്ണം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എൻ്റെ അടുത്തുള്ള അല്ലറ ചില്ലറ ഐറ്റംസൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്ക് ടു സ്കൂളിന് ഐറ്റംസ് ഒന്നും അതിനകത്ത് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇത് എൻ്റെ പുതിയ പൗച്ചാണ്. അത് ഇവിടെ വെച്ചാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ ഒരു സൈഡിൽ ഇരിക്കട്ടെ, നമുക്ക് വേണമെങ്കിൽ വെക്കാം. പിന്നെ എനിക്ക് കോംബോ ആയിട്ടാണല്ലോ ഞാൻ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊന്ന് ഞാൻ ഡെസ്കുമ്മ വെള്ളം കുടിക്കാൻ വേണ്ടി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പെൻ ഹോൾഡർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ജേർണൽ ബുക്ക് പുതിയത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നല്ലൊരു ബാസ്ക്കറ്റ്. ഇത് നമ്മൾ ഷോപ്പിംഗ് വീഡിയോയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഷോപ്പിംഗ് വീഡിയോയിലല്ല, ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിനകത്ത് ഞാൻ എൻ്റെ ബാക്ക് ടു സ്കൂളിന് ആവശ്യമുള്ള പുതിയ ക്രയോൺസും കളേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റർ വെച്ച് കൊടുത്തു, മിനി നോട്ട് പാഡ് വെച്ച് കൊടുത്തു, അത് പിന്നെയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മറ്റേ ഇറേസർ വെച്ചിട്ട്. പിന്നെ പെന്നും പെൻസിലും വൈറ്റ്നേഴ്സും ഗ്ലൂസും അങ്ങനെ എല്ലാം അതിനകത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിത് ബാസ്ക്കറ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മറ്റേ മേലത്തെ ഒരു മൂടിയില്ലേ, അത് ഞാൻ ഇപ്പോഴത്തെ സൈഡിലേക്ക് വെച്ചിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഭംഗിയുള്ള പോലെ തോന്നി. പിന്നെ പൗച്ച് നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ജേർണൽ സപ്ലൈസ് ഒക്കെ ഇട്ടിട്ടുള്ള ബോക്സിൻ്റെ മേലെ വെച്ചു. പിന്നെ ഒരു ഫേക്ക് നെയിൽസും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത്ര വലിയ മേക്ക് ഓവർ എന്നല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്ത് ഒതുക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ പ്രിൻറ്റഡ് ജേർണൽ സപ്ലൈസ് ഇട്ടിട്ടുള്ള ബോക്സും പൗച്ചും പിന്നെ ഫേക്ക് നെയിൽസും പിന്നെ ആ ഒരു ബാസ്ക്കറ്റിനകത്ത് ഫുൾ നമ്മുടെ സ്റ്റേഷനറി, പിന്നെ ഒരു ജേർണൽ, 2 പെൻ, ഒരു പ്ലാന്റ്, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, പിന്നെ ഇത്തിരി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.